നമസ്കാരം. ദില്ലിയിലെ ഐതിഹാസിക വിജയത്തിനു ശേഷം നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ന് യാത്ര തിരിക്കും. വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ മറ്റു ഏതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കിട്ടുന്നതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത് എന്നത് തന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് എന്നതിന്റെ തെളിവാണ്. നരേന്ദ്രമോദി ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി ഇന്ന് ഉച്ചയോടെയാണ് യാത്ര തിരിക്കുന്നത്. ഫ്രാൻസിൽ ഇന്ന് വൈകിട്ടെത്തുന്ന മോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സ്വീകരിക്കും. കൂടാതെ അദ്ദേഹം ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യും. നാളെ നടക്കുന്ന ഉച്ചകോടിയിൽ മക്രോണിനൊപ്പം മോദി പങ്കെടുക്കും. ഉച്ചകോടിയുടെ പ്രധാന വിഷയങ്ങൾ ജീവശാസ്ത്രങ്ങളുടെ ഭാവി രൂപപ്പെടുത്തലിൽ EU AI നിയമത്തിന്റെ സ്വാധീനം, ലൈഫ് സയൻസസിലെ എഐക്കുള്ള FDA EMA നിർദ്ദേശങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നു, ലൈഫ് സയൻസസ് ഉൽപ്പന്നങ്ങളുടെ ജീവിതചക്രത്തിലുടനീളം AI വ്യവഹാരം, പ്രീ കൊമേഴ്സ്യലൈസേഷൻ മുതൽ പോസ്റ്റ് മാർക്കറ്റ് അപകട സാധ്യതകൾ വരെ, ഗവേണൻസും റെഗുലേറ്ററി സാൻഡ് ബോക്സുകളും, ലൈഫ് സയൻസസിലെ പരീക്ഷണ നവീകരണം, ലൈഫ് സയൻസസിൽ യുടെ ഭാവി, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിയന്ത്രണ മാറ്റങ്ങളും തന്ത്രപരവും, അധിഷ്ഠിത നവീകരണങ്ങൾക്കുള്ള IP പരിരക്ഷകൾ, ലൈഫ് സയൻസസിലെ ഉടമസ്ഥാവകാശ കണ്ടുപിടുത്ത വെല്ലുവിളികളെ മറികടക്കൽ, ലൈഫ് സയൻസസിൽ തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ രൂപപ്പെടുത്തൽ, ഗവേഷണം മുതൽ നടപ്പാക്കൽ വരെ വിജയം കെട്ടിപ്പടുക്കൽ, ലൈഫ് സയൻസസിലെ ഡാറ്റ സ്വകാര്യത വെല്ലുവിളികളും യും നാവിഗേറ്റ് ചെയ്യുന്നു, ഡിജിറ്റൽ യുഗത്തിനായുള്ള ഒരു ആഗോള റോഡ് മാപ്പ് എന്നിവയാണ്. ഇതോടെ ഇന്ത്യയുടെ വികസനത്തിന് നൂതന സാങ്കേതിക വിദ്യ കൂടുതൽ ആഴത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഉച്ചകോടിക്ക് ശേഷം മാർസയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ഇരു നേതാക്കളും ചേർന്ന് നിർവഹിക്കും. ഫ്രാൻസിലെ ഉച്ചകോടിക്ക് ശേഷം ബുധനാഴ്ച നരേന്ദ്രമോദി US-ലേക്ക് യാത്ര തിരിക്കും. വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് ഇത് നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നത്. ഇതോടെ ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന ബന്ധത്തിന്റെ പ്രാധാന്യം തെളിയിക്കുന്നതാണ് ഇത് എന്ന് വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞു. കുടിയേറ്റക്കാരുടെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇതോടെ ഒരു പരിഹാരം കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഇന്ത്യ വെച്ച് പുലർത്തുന്നുണ്ട്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയോടെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും അത് ഇന്ത്യയുടെ വികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കുന്ന മോദി വൈകിട്ടോടെ പാരീസിലെത്തും. നാളെയാണ് ഉച്ചകോടി. US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും ചൈനീസ് ഉപപ്രധാനമന്ത്രി ഡിങ് സൂക്സിയാങ്ങും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 2023 UK-യിലും 2024 ദക്ഷിണ കൊറിയയിലും നടന്ന ആഗോള ഫോറങ്ങളുടെ തുടർച്ചയായാണ് പാരീസിൽ ഉച്ചകോടിയും നടക്കുന്നത്.